എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു വൈറ്റ് സോസ് പാസ്ത എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അത് ഞാൻ ഇങ്ങനത്തെ ഷേപ്പിലുള്ള പാസ്ത എടുത്തിരിക്കുന്ന 2 കപ്പിൻ്റെ അളവാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് എങ്ങനത്തെ ഏത് തരത്തിലുള്ളത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ ഷേപ്പിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ ചേർക്കുന്നത്. ഇതൊന്ന് കുക്ക് ചെയ്യാം ഇത്. കാരണം ഇത് ഒരു 8 മിനിറ്റ് ഒരു 5-8 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. പാസ്തയുടെ കവറിൽ എഴുതിയിട്ടുണ്ടാവും എത്ര മിനിറ്റ് കുക്ക് ചെയ്യണം എന്നുള്ളത്. ഓരോരോ പാസ്തയ്ക്ക് ഓരോരോ ടൈമാണ്. ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. അപ്പോഴേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ റെഡിയാക്കിയിട്ട് വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിന്ന് ഊറ്റി എടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. പാൻ നല്ലോണം ചൂടായിട്ട് ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇത് വെളുത്തുള്ളി ഒന്നായിട്ട് വരുമ്പോൾ മീഡിയം സൈസ് ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റായിട്ട് വഴങ്ങാട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഏത് പച്ചക്കറിയാണുള്ളത് അത് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 5-6 ബീൻസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ക്യാപ്സിക്കം ഇല്ല. നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാം. കോൺ ഉണ്ടെങ്കിൽ കോൺ കുറച്ച് ചേർക്കാം. ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റായിട്ട് വഴന്ന് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചക്കറി ചേർക്കാം. ഞാനതിവിടെ കുറച്ച് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് നീളത്തിൽ കനലില്ലാതെ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ ഇത് വഴറ്റിയെടുക്കാവുള്ളൂ. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പാസ്തയിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ച് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ക്രഷ് ചെയ്തതാട്ടോ അത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. പൊടിച്ച ക്രഷ് ചെയ്ത കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്.
ഇതേ പാനിലേക്ക് തന്നെ ഞാനിനി കുറച്ച് ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇത് കട്ട കെട്ടാതെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. കട്ടയാവാൻ പാടില്ല ഇത് മൈദ. മൈദയുടെ ഒരു റോസ് സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതൊന്ന് പോകുന്നവരൊന്ന് ഇത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ 250 ml കപ്പിന് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മൈദയുടെ കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യും. ഇത് കണ്ടോ, നമ്മൾ കുക്കായും കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഗട്ടിയായിട്ട് വരും, നല്ല ക്രീമി ആയിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. കുറച്ച് മുളക് പൊടി എരിവിന് ചേർത്ത്. കുറച്ച് ഒറിഗാനോ പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി വേവിച്ച് വെച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഇത് കട്ടി കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് പാസ്ത ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് പാസ്തയുടെ തന്നെ ചീസാട്ടോ. ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ചീസും കൂടി ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. ഇപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങളും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിപ്പിക്കണം കേട്ടോ. അപ്പോൾ അടിപൊളിയൊരു പാസ്ത ഇവിടെ റെഡി. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെയും താങ്ക് യു.